ചെറിയ പെരുന്നാൾ കഴിഞ്ഞു, വിഷു കഴിഞ്ഞു, ഈസ്റ്ററും കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന വലിയൊരു ആഘോഷം എന്ന് പറയുന്നത് അത് മതപരമായ ഒരു ആഘോഷമല്ല, രാഷ്ട്രീയമായ ഒരു ഉത്സവമാണ്. എന്തെന്ന് വെച്ചാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. പി അൻവർ MLA സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം. രാജിവെച്ച 6 മാസത്തിനകത്ത് ആ സീറ്റ് ഫില്ല് ചെയ്യണം എന്നാണ് ഭരണഘടനയിൽ പറഞ്ഞത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ വിജയൻപിള്ള മരിച്ചപ്പോൾ ചാവറയിലോ അതല്ല കുവൈറ്റ് ചാണ്ടി മരിച്ചപ്പോൾ കുട്ടനാട്ടിലോ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയില്ല. ഭരണഘടനയിലെ വ്യവസ്ഥ അന്നും ഇത് തന്നെയായിരുന്നു. പക്ഷേ അന്ന് കോവിഡ് എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത സമയമായിരുന്നു. COVID-19 പ്രമാണിച്ച് രാജ്യത്തും സംസ്ഥാനത്തും ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നുകൊണ്ട് ഈ കോവിഡ് ആർക്കെങ്കിലും പകർന്ന് വല്ല അപകടവും സംഭവിച്ചാലോ എന്ന് കരുതിയിട്ടാണ് അന്ന് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടത്താതിരുന്നത്. ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ പോലും നടത്തിയില്ല. ഏതായാലും ഇത്തവണ അങ്ങനെയല്ല. നമുക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട്. സ്ഥാനാർത്ഥികളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പേരുവിവരമൊക്കെ ഉടനെ പുറത്തു വരും. UDFും LDFും തമ്മിലാണ് മത്സരം. മാത്രമല്ല PV അൻവറിൻ്റെ ശക്തി തെളിയിക്കുന്ന ഒരു ഉരകല്ല് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇതുവരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് ചെയ്തത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ UDF സീറ്റ് നിലനിർത്തി. പുതുപ്പള്ളിയിലും അത് തന്നെ സംഭവിച്ചു. പാലക്കാട്ട് UDF സീറ്റ് നിലനിർത്തി. നമ്മുടെ ചേലക്കരയിൽ LDF അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. അങ്ങനെ 4 ഉപതെരഞ്ഞെടുപ്പുകളിലും നേരത്തെ ജയിച്ച അതേ മുന്നണികൾ തന്നെ സീറ്റ് നിലനിർത്തുകയാണ് ചെയ്തത്. നിലമ്പൂർ വരുമ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. നിലമ്പൂർ മണ്ഡലം LDF നിലനിർത്തുമോ അതോ UDF പിടിച്ചെടുക്കുമോ എന്നുള്ളത്. സത്യത്തിൽ ഇതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പിണറായി സർക്കാരിന് ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട്, അത് തുടർന്നും ഉണ്ടാകും. ഇനിയിപ്പോൾ LDF സീറ്റ് നിലനിർത്തിയാലും അവരുടേത് 99 എത്തുള്ളൂ. UDF തിരിച്ചു പിടിച്ചാലും LDF 98ഉം UDF 42ഉം എന്ന നിലയിലേ എത്തുള്ളൂ. അപ്പോൾ അവിടെ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. സർക്കാരിന് പ്രത്യേകിച്ച് ഭീഷണിയൊന്നുമില്ല. പണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് പിറവ് ഉപതെരഞ്ഞെടുപ്പ് നടത്തിയ പോലെ, അല്ലെങ്കിൽ പിന്നീട് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടത്തിയ പോലെയൊന്നും ആയിരിക്കില്ല. ഇതൊന്നും സംസ്ഥാനത്തെ ഭരണത്തെ ഒരു തരത്തിലും ബാധിക്കില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ ഈ PV അൻവർ സർക്കാരിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടാണ് മുന്നണി വിട്ടുപോയി. അന്നത്തെ ക്രമസമാധാന പരിപാലന ചുമതലയുണ്ടായിരുന്ന ADGP അജിത് കുമാറിനെതിരായിട്ടും നിലമ്പൂർ പോലീസ് സൂപ്രണ്ടായിരുന്ന സുജിത് ദാസിനെതിരായിട്ടുമൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. അതുപോലെ MR അജിത് കുമാറിനെ ക്രമസമാധാന പരിപാലന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി. ഇപ്പോൾ എന്ത് സംഭവിച്ചു? സുജിത് ദാസിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു. അദ്ദേഹം സർക്കാർ സർവീസിൽ തിരിച്ചു കയറി, വീണ്ടും തൊപ്പി വെച്ചു. MR അജിത് കുമാർ ഒരു നിഷ്കളങ്കനാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ട് സർക്കാരിന് കിട്ടിക്കഴിഞ്ഞു. ഇനി അദ്ദേഹത്തെ ക്രമസമാധാന പരിപാലന ചുമതലയുള്ള പോലീസ് മേധാവി ആക്കുമോ ഇല്ലയോ എന്ന് മാത്രമേ നമുക്ക് നോക്കാനോ. ഏതായാലും ഇതുപോലെയുള്ള ആളുകൾക്ക് സർക്കാരിൻ്റെ പിന്തുണ ഉണ്ട് എന്ന കാര്യം ഉറപ്പായി. അപ്പോൾ ഇതടക്കമുള്ള വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടും. പിന്നെ 2 മുന്നണികൾ തമ്മിൽ, 2 പാർട്ടികൾ തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലായിരിക്കും. ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കുടിയേറ്റക്കാരായ ക്രൈസ്തവരുണ്ട്, പിന്നെ പണ്ട് തൊട്ടേ അവിടെ താമസിക്കുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളുമുണ്ട്. അങ്ങനെ ഒരു വലിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എന്ന് പറയാൻ പറ്റുകയില്ല. മാത്രമല്ല കോൺഗ്രസിൻ്റെ ഒരു കോട്ടയാണ്. അവിടെ കോൺഗ്രസ്സുകാരാണ് സാധാരണ ജയിക്കാറുള്ളത്. ഈ മണ്ഡലം ഉണ്ടായ കാലം മുതൽക്ക് നിലമ്പൂരിൽ കോൺഗ്രസ്സുകാരാണ് ജയിച്ചത്. പണ്ട് കുഞ്ഞാലി ജയിച്ചു ഒഴിച്ചാൽ പിന്നീട് കോൺഗ്രസ്സാണ് ജയിച്ചുകൊണ്ടിരുന്നത്. പിന്നെ TK ഹംസ റിബലായി മത്സരിച്ചപ്പോൾ അദ്ദേഹം ജയിച്ചു. അത് കഴിഞ്ഞ് പിന്നെ PV അൻവറാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ചത്. അദ്ദേഹം ഇടതുമുന്നണിക്കാരനായിട്ട് മത്സരിച്ച് ജയിക്കുമ്പോഴും കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സിൽ നിന്ന് കാലുമാറി വന്ന ആളാണ് PV അൻവർ. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യമുള്ളൊരു കോൺഗ്രസ് സ്വഭാവമുള്ള മണ്ഡലമാണ്. UDFന് ശക്തി കേന്ദ്രമാണ്. എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ പറ്റാത്ത സീറ്റൊന്നുമല്ല. ഇങ്ങനെ വലിയ ഒരു മത്സരത്തിലേക്ക് പോകുമ്പോൾ ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ UDFന് പറ്റുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത് LDF ഈ സീറ്റ് നഷ്ടപ്പെട്ടാൽ അവരുടെ അവസ്ഥ എന്താവും? മലപ്പുറം ജില്ലയിൽ പൊതുവേ തന്നെ LDF ദുർബലമാണ്. മാത്രമല്ല അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് ഒരു സാധൂകരണം അല്ലെങ്കിൽ സ്ഥിരീകരണം കിട്ടിയ ഫലം അതുകൊണ്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. പിന്നെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം പൊതുതെരഞ്ഞെടുപ്പിനെ സാധാരണ ബാധിക്കാറില്ല എന്ന് വേണമെങ്കിൽ 2 കൂട്ടർക്ക് സമാധാനിക്കാം. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണത്. ഉപതെരഞ്ഞെടുപ്പിലെ വിഷയങ്ങളല്ല പൊതുതെരഞ്ഞെടുപ്പിൽ വരിക. ഇപ്പോൾ 96-2001 കാലത്ത് EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 6 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു.
6 സ്ഥലത്തും LDF ആണ് ജയിച്ചത്. കോൺഗ്രസിൻ്റെ അടുത്ത് പിടിച്ചെടുത്ത സീറ്റുകൾ വരെ ഉണ്ട്, എറണാകുളം പോലെ. പക്ഷേ എന്നിട്ടും ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നപ്പോൾ LDFന് ചരിത്ര പരാജയമുണ്ടായി. ഈ UDFകാർ പോലും ജയിക്കുന്നു വിചാരിക്കാത്ത തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ നേട്ടമുണ്ടായി. കോൺഗ്രസിന് ഒരു രാഷ്ട്രീയമായ വലിയ വിജയമുണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFന് വലിയ വിജയമുണ്ടായി. 100 സീറ്റ് 99 വന്നു. 99 സീറ്റിൽ UDF ജയിച്ചു. ഒരു സീറ്റിൽ UDFൻ്റെ റിബലായി മത്സരിച്ച MA വാഹിദ് ജയിച്ചു. അങ്ങനെ 99 വന്നു, 100 സീറ്റ് കിട്ടി. UDFൻ്റെ ഹൈ വാട്ടർ മാർക്ക് എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതുണ്ടായത് ഈ 6 ഉപതെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തിന് ശേഷമാണ്. പിന്നെ നമുക്കറിയാം, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് പിറവ ഉപതെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചു. നെയ്യാറ്റിൻകരയിൽ UDF ജയിച്ചു. വാശിയേറിയ മത്സരം നടന്ന ആര്യനാട് മണ്ഡലത്തിൽ, ഇപ്പോൾ ആര്യനാടിൻ്റെ പേര് അരുവിക്കര എന്നായിട്ട്, അരുവിക്കരയിൽ G. കാർത്തികേയൻ്റെ മകൻ മത്സരിച്ച് ജയിച്ചു. പ്രബലനായ സ്ഥാനാർത്ഥിയായിരുന്നു M. വിജയകുമാർ. എന്നിട്ടും കാർത്തികേയൻ്റെ മകൻ അവിടെ വിജയിച്ചു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇതാ ഉമ്മൻചാണ്ടി അജയ്യനായി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടു, LDF അധികാരത്തിൽ വന്നു. ഇതാണ് ഉപതെരഞ്ഞെടുപ്പും പൊതുതെരഞ്ഞെടുപ്പും തമ്മിലുള്ള ബന്ധം. ഇതാണ്. അത് നിലമ്പൂരിൽ ആര് ജയിക്കും എന്നുള്ളതിന് അക്കാഡമിക്കായിട്ടുള്ള ഒരു പ്രാധാന്യം മാത്രമേ ഉള്ളൂ. അവിടെ UDF ജയിച്ചാലും LDF ജയിച്ചാലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും വലിയ വിഷയമാകാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം. ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ തൽക്കാലം ഒന്ന് നിർജീവാവസ്ഥയിലായിരിക്കുന്ന കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കും എന്നും അവിടുത്തെ വിജയം ഏത് പാർട്ടിക്കാണെങ്കിലും അത് സംസ്ഥാന രാഷ്ട്രീയത്തെ വലിയ പ്രകമ്പനമൊന്നും സൃഷ്ടിക്കുകയില്ല എന്നുമാണ് എൻ്റെ നിഗമനം. ബാക്കി കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.